ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ചായക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അത് പരിപ്പും അതേപോലെ തന്നെ ചിക്കനുമാണ്. അടിപൊളി സാധനമാണ്. അതേപോലെ തന്നെ ഉള്ളി മസാലകൾ വഴറ്റുക അങ്ങനത്തെ ഒന്നും പണിയില്ല. കുക്കറിലെല്ലാം കൂടെ ഒരു 2 വിസിൽ വേവിച്ചാൽ മാത്രം മതി. അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തത്. ചെസ്റ്റ് പീസ് മാത്രമാണ്. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കനിലേക്ക് 1 കപ്പ് ചനാദാൽ നമ്മളെ കടലപ്പരിപ്പാണിത്. 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യുക. ഒരു 4 മണിക്കൂർ ഇതുപോലെ സോക്ക് ചെയ്താലാണ് ഈ ഒരു രീതിയിലായി കിട്ടുക കേട്ടോ. അപ്പോൾ 1 കപ്പ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടുള്ള ആ ഒരു പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതിന് കടലപ്പരിപ്പാണ് വേണ്ടത്, വേറെ പരിപ്പൊന്നും എടുക്കില്ല. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സൈസുള്ള ഒരു ഉള്ളി ഇട്ട്, ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഉള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പൊടികളാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം. ഇനി വേണ്ടത് ഗരം മസാലേൻ്റെ പൊടിയാണ്. അത് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടി തന്നെയാണ് ചേർത്ത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ച് നോക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം തോന്നുകയാണെങ്കിൽ 1/2 കപ്പും കൂടെ ഒഴിച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പും കൂടെ പിന്നെയും ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ 1 കപ്പാണ് വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മൂടിയതിൻ്റെ ശേഷം തിളപ്പിച്ച് 2 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ 2 വിസിൽ വന്നോട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ അലുമിനിയത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ 1/2 കപ്പ് തന്നെ മതിയാവും കേട്ടോ. 1/2 കപ്പ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ടാണുള്ളത്. ഇത്രയും വെള്ളം ആവശ്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിന്. അതേപോലെ തന്നെ ഈ ഒരു പരിപ്പ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ല ചൂടുണ്ട്. അപ്പോൾ അതങ്ങനെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഇതിലേക്ക് 2 പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് കറുത്ത ഏലക്കായാണ് വേണ്ടത്. അതെല്ലാവർക്കും കിട്ടൂലെന്ന് എപ്പോഴും പറയലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് മല്ലിച്ചപ്പാണ്. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ മല്ലിച്ചപ്പ് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. വലിയ പീസ് ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റണ വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊണ്ട് നിന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരമാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നത്. തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കുറച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വറ്റിക്കലിൻ്റെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും കേട്ടോ. എൻ്റെ ഇപ്പോൾ കുറച്ചധികമായി പോയതുകൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വറ്റി കഴിഞ്ഞാലാണ് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഷമ്മി കബാബാണ്. അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഇട്ട് അരച്ച് മഷി പോലെ ആക്കി എടുക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏതൊരു പാകത്തിലാണ് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ മിക്സിയിൽ, നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്താൽ മതി. 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിതാ ഒന്ന് 2 പൾസ് മോഡിൽ ഇട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കാണാനും ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ അരച്ചെടുക്കണേ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിത് ഇതേപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇത് വല്ലാണ്ട് ലൂസായി പോകുക അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കണില്ല. ചിലർ പറയുന്ന കേൾക്കാം മുട്ട ചേർത്തിട്ടില്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് ഇത് എണ്ണയിൽ പരന്നു പോകും, എണ്ണ കുടിക്കലുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർക്കണില്ല. നിങ്ങൾ ആദ്യം ഒന്ന് പൊരിച്ച് നോക്കിയിട്ട് വേണം തോന്നുകയാണെങ്കിൽ മാത്രം 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇതേപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഈസിയാണ്, ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഒന്ന് വയറ്റിയെടുക്കുന്ന ഒരു പണിയോ അല്ലെങ്കിൽ എണ്ണയിലൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇതിൽ എണ്ണ നമ്മൾ തൊടിയിച്ചിട്ടില്ല കേട്ടോ. ഇനിയാണ് നമ്മൾ ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ട്. അതിന് മാത്രം നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇതുവരെ നമ്മൾ ചേർത്തലൊന്നും ഒരു ഇതുമില്ല. പിന്നെ എന്താണ്, കടലപ്പരിപ്പൊക്കെ നല്ല തന്നെയാണ്, ചിക്കനും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ അതേ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ദാ ചൂടായ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ഓരോന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. ഞാനും ഉമ്മയും കൂടാണ് ഇത് പരത്തണത്. ഉമ്മയിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എണ്ണ ഇടുമ്പോൾ ശ്രദ്ധിക്കുക എണ്ണ ഒരു 2 3 ടേബിൾ സ്പൂണേ എണ്ണ ആവശ്യമുള്ളൂ ട്ടോ. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സാധനമല്ല. ഇത് കബാബാണ്. ശാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ട്ടോ. തീ നല്ലോണം കൂട്ടി വെച്ചോ. ഒരു മീഡിയത്തിനെക്കാട്ടും കുറച്ച് മേലെ ആക്കിയിട്ട് തീ വെച്ചോ. എന്നിട്ട് ഇതാ ഒരു മിനിറ്റൊക്കെ മതി ട്ടോ. ഒരു ഭാഗം ഒന്ന് 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 ബ്രൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ഒരു കളറൊന്ന് മാറുന്ന വരെ നിങ്ങൾ ഇളക്കാൻ വേണ്ടി പോകണ്ട. 2 സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒന്ന് ഇട്ടിട്ട് എണ്ണയിൽ ഇട്ടിട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് വറ്റിച്ചെടുക്കാനൊക്കെ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇത് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. ആ സമയത്ത് ഇത് കോരിയെടുത്താൽ മതി. പിന്നെ എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല ട്ടോ. ഈ ഒരു എണ്ണ തന്നെ മതി മൊത്തത്തിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ എണ്ണ മാറ്റി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. എണ്ണയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കട്ടെ. വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ കോരിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഒന്ന് പൊരിച്ചെടുക്കാം ട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഷമ്മി കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. സൂപ്പർ ഇതായിട്ട് ഉണ്ടാക്കാം ട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഗരം മസാലയൊക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കറുത്ത ഏലക്കായ് ഇതൊക്കെ മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. കാരണം എന്തായാലും നമ്മളത് അരച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മളടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തന്നത് ട്ടോ. അപ്പോൾ സൂപ്പറാണ് ഇത് പൊരിച്ച എന്താ പറയുക നമ്മൾ പൊരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കഴിച്ച് തീർക്കും ട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.